ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചേഞ്ചസി. അതിനായി 1 കിലോ ചിക്കൻ ഇത്തിരി വലിയ പീസായി മുറിച്ചത് കഴുകിയെടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ്, 6 ടേബിൾ സ്പൂൺ ഉടച്ച തൈര് കൂടിയിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. ഓരോ കഷ്ണത്തിലും നല്ലപോലെ പിടിക്കണം. അതിന് നിന്നിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, ഒരു 30 മിനിറ്റ് അടച്ചങ്ങനെ വെച്ചാൽ മതി. കൂട്ടുകാരെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഗ്രേവി ഉണ്ടാക്കാനായി ഒരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 2 സവാള തിന്നായി അരിഞ്ഞതിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വതക്കിയെടുക്കുക. അതിലേക്ക് ഒരു 16 കാഷ്യൂനട്ട് ഇട്ട് വീണ്ടും ഒന്ന് വതക്കാം. എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പം സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലേക്കിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. നല്ല ഫൈനായി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. അതിനായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് 2 തക്കാളി ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്കിന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടും. ആ സ്കിന്നെല്ലാം എടുത്ത ശേഷം തക്കാളി ചെറുതായി മുറിച്ച് മിക്സി ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ പ്യൂരി റെഡി. മുഗൾ കാലഘട്ടത്തിലെ രുചികരവും സുഗന്ധമുള്ളതുമായ കറിയാണ് ചിക്കൻ ചേഞ്ചസി. ഈ കറി ഉണ്ടാക്കാനായി നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം ചിക്കൻ ഒന്ന് നിരത്തി വെക്കുക. ഒരു 3 മിനിറ്റിന് ശേഷം ചിക്കൻ ഒന്ന് മറിച്ചിടാം. വീണ്ടും ഒരു 3 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ മറിച്ചിടാം. ഇനിയും 2 മിനിറ്റ് വീതം ഓരോ സൈഡും ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ 2 മിനിറ്റ് വീതം 2 സൈഡും ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെന്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ സമയത്തും നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കഴിക്കാൻ പറ്റില്ല. എല്ലാ ചിക്കനും എടുത്ത ശേഷം അടുത്ത ബാച്ച് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കേണ്ടത്. ഈ കറി നല്ല റിച്ച് ആയിട്ടുള്ള കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി കുറച്ച് പണികളെ ബാക്കിയുള്ളൂ. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുക. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതൊരു 5 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും അതിൽ നിന്നും എണ്ണ ഇറങ്ങി വരുന്നത് കാണാം. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ഇടേണ്ടതുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളർ ഇട്ടാനാണ്, 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഫ്ലെയിം ലോ ആക്കി വേണം മസാലപ്പൊടികൾ ഇടാൻ, അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. മസാലപ്പൊടികൾ നല്ല മൂത്ത് വരണം, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയും ഇല്ല. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 150 ml പാലൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കാം. അപ്പോഴേക്കും വീണ്ടും എണ്ണ പുറത്ത് വരാൻ തുടങ്ങും. ഇതിലേക്ക് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം. ഇതിലേക്ക് 250 ml ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളമല്ല. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും 1 ടീസ്പൂൺ കസൂരി മേത്തിയും ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു ചിക്കൻ പീസ് എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഉറപ്പായും വെന്തിട്ടുണ്ടാവും. ഇനി കഴിക്കുന്നതിന് മുൻപ് കുറച്ച് സമയം അടച്ചു വയ്ക്കണം. കുറച്ച് സമയം അടച്ചു വെച്ച ശേഷം മാത്രം നമുക്ക് വിളമ്പാം. നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തി, നാൻ എന്നിവയ്ക്കൊപ്പം അടിപൊളി കോമ്പിനേഷനാണ്. ഗീ റൈസ് പോലുള്ള റൈസ് ഐറ്റംസിനൊപ്പം ഇത് സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം അറിയിക്കുകയും വേണം. താങ്ക്